നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടേണ്ടെന്ന് നരേന്ദ്രമോദി. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. मैं बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं। आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ। 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSS ശതാബ്ദി പരാമർശിച്ച പ്രധാനമന്ത്രി. 100 വർഷത്തെ രാഷ്ട്രസേവനത്തിന് സമാനതകളില്ല. RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയെന്നും നരേന്ദ്രമോദി. വീർ സവർക്കർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ അർഹമായ പരിഗണന. പോസ്റ്ററിൽ ഗാന്ധിയും നേതാജിയും ഭഗത് സിംഗും. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ. വോട്ടെടുപ്പ് പൂർത്തിയായി. ഫലപ്രഖ്യാപനം വൈകിട്ട് 4-ന്. വോട്ട് രേഖപ്പെടുത്തി സുരേഷ് ഗോപിയും മോഹൻലാലും. തനിക്കെതിരായ വ്യാജരേഖകൾ പോലീസിൽ നിന്ന് തന്നെ. ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ആരോപിച്ച ADGP MR അജിത് കുമാർ. വിജിലൻസിന് നൽകിയ മൊഴി പുറത്ത്. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനം. മരണം 50 കവിഞ്ഞു. മരിച്ചവരിൽ CISF ജവാന്മാരും 200-ലേറെ പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. ട്രംപും പുടിനും ഇന്ന് നേരിൽ കാണും. ലക്ഷ്യം യുക്രൈൻ യുദ്ധം പരിഹരിക്കൽ. ചർച്ച പരാജയപ്പെട്ടാൽ ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തിയേക്കും. ഉയരെ ഭാരതം. എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യത്തിന്റെ യാത്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോകില്ല. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
ഭാരതത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നതും മുൻപോട്ടുള്ള യാത്രയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്നതുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. അനേകായിരം ധീരദേശാഭിമാനികളുടെ ത്യാഗമാണ് സ്വാതന്ത്ര്യം. പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഭാരതത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യവും മറുപടി നൽകാതെ വിടില്ലെന്ന് പാകിസ്ഥാനും ഭീകരർക്കും മുന്നറിയിപ്പ് നൽകി. സൈന്യത്തിന്റെ വീര്യവും മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തിയുമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടത്. ഭീകരരെ മണ്ണിനടിയിലാക്കി. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണെന്നും കഴിഞ്ഞ 7 പതിറ്റാണ്ട് ഭാരതത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ട ജലമാണ് ശത്രു രാജ്യത്തേക്ക് ഒഴുകിയതെന്നും അദ്ദേഹം പറഞ്ഞു. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके आतंकी हेडक्वार्टर्स को मिट्टी में मिला दिया. अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है. പ്രതിരോധം ഉൾപ്പെടെ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കും. ലോകവിപണി ഡോളറിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. कोटि कोटि लोगों के संकल्प से, पुरुषार्थ से, आत्मनिर्भर बनने से, वोकल फॉर लोकल की बात करने से, स्वदेशी का मंत्र को जापने से समृद्ध भारत भी बन सकता है. वो पीढ़ी स्वतंत्र भारत के लिए खप गई थी. ये पीढ़ी समृद्ध भारत के लिए नए कदम उठाए. यही समय की मांग है. രാജ്യത്തിനകത്തെ വിഘടനവാദികളെ ശക്തമായി നേരിട്ടു. അടിയന്തരാവസ്ഥയും അതിന് കാരണക്കാരായവരെയും ജനങ്ങൾ മറക്കരുത്. വൈവിധ്യത്തിലും ഏകതയാണ് നമ്മുടെ സൗന്ദര്യമെന്നും ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷ്യങ്ങൾ കീഴടക്കണമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇത് നയാ ഭാരത് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗനിർദ്ദേശവും അദ്ദേഹം നൽകി. ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം സമർപ്പണത്തിന്റെ ഇതിഹാസമാണെന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. आज मैं बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं. आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ. 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है. व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है. सेवा, समर्पण, संगठन और अप्रतिम अनुशासन ये जिसकी पहचान रही है, ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा NGO है. एक प्रकार से 100 साल का उसका समर्पण का इतिहास है. आज लाल किले की प्राचीर से 100 साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयंसेवकों को आदरपूर्वक स्मरण करता हूं और देश गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को और हमें प्रेरणा देता रहेगा. मेरे प्यारे देशवासियों, ലോകത്തിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരാനും അതിന്റെ ധർമ്മം മറ്റുള്ളവരുമായി പങ്കിടാനും ഭാരതം ശ്രമിക്കുന്നുവെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ലോക ജനത നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുകയും സനാതന ദർശനത്തെ അടിസ്ഥാനമാക്കി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഭുവനേശ്വറിലെ ഉത്കൽ ബിപ്പണ്ണ സഹായതാ സമിതിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
स्व के आधार पर तंत्र चलता है तब स्वतंत्रता आती है। भारत एक वैशिष्ट्यपूर्ण देश है। वो दुनिया में सुख शांति लाने के लिए जीता है, दुनिया को धर्म देने के लिए जीता है। इसलिए हमारे राष्ट्र ध्वज पर केंद्र में धर्म चक्र है। ये धर्म सबको साथ लेकर, सबको जोड़कर, सबको उन्नत करता है, इस लोक में और परलोक में सबको सुख देने वाला है। ധീരദേശാഭിമാനി വി.ഡി. സവർക്കർക്ക് ആദരവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ അർഹമായ പരിഗണന. സവർക്കറുടെ ചിത്രത്തിനൊപ്പം പോസ്റ്ററിൽ ഗാന്ധി, നേതാജി, ഭഗത് സിംഗ് എന്നിവരുടെ ചിത്രങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, സ്വാതന്ത്ര്യ സമര ധീര പോരാളികൾക്ക് അർഹമായ പരിഗണന തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ വീർ സവർക്കറുടെ ചിത്രവുമുള്ളത്? രോഹിണി, നിലവിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിലാണ് സ്വാതന്ത്ര്യ സമര സേനാനി ധീരദേശാഭിമാനി വീര സവർക്കറുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രാധാന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലുള്ള പോസ്റ്ററുകളിലും കാർഡുകളിലുമെല്ലാം തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വീര സവർക്കറെ കാണാൻ സാധിക്കും. അത് പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ ഇതൊരു വാർത്തയാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം മനഃപൂർവ്വം മറന്നുപോയിട്ടുള്ള പേരുകളിൽ ഒന്നാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഫോട്ടോകളിലും പേരുകളിലും രാജ്യം മനഃപൂർവ്വം മറന്നുപോയിട്ടുള്ള പേരുകളിൽ ഒന്നാണ് വീര സവർക്കർ അല്ലെങ്കിൽ വി.ഡി. സവർക്കർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നയങ്ങളെയും പരസ്യമായി എതിർക്കുകയും വിപ്ലവത്തിലൂടെ പോരാടാൻ ആഹ്വാനം ചെയ്യുകയും ദേശീയ ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള വിപ്ലവങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ധീര സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി.ഡി. സവർക്കർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് 50 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. പിന്നീട് 13 വർഷക്കാലം നീണ്ട ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അത്തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം പോരാട്ടം നടത്തിയിട്ടുള്ള ധീരദേശാഭിമാനി വീര സവർക്കറെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാജ്യം മനഃപൂർവ്വം മറന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണകൂടം മനഃപൂർവ്വം അവഗണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ദീർഘകാലം ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികളെയും ഇരുട്ടിൽ നിർത്താനാകില്ല എന്ന സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഈ വീര സവർക്കർ ഉൾപ്പെടെ, അല്ലെങ്കിൽ അൺസങ് ഹീറോസിനെ രാജ്യത്തിനും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്തുക എന്ന ക്യാമ്പയിനിലൂടെ നമുക്ക് പേരറിയാത്ത നിരവധി ധീരദേശാഭിമാനികൾ, കഴിഞ്ഞ കാലഘട്ടത്തിൽ മനഃപൂർവ്വമോ അല്ലാതെയോ രാജ്യം മറന്നുപോയ നിരവധി പോരാട്ടങ്ങളും പോരാളികളുടെയും കഥകൾ ഇന്ന് രാജ്യത്തിനും പുതുതലമുറയ്ക്കും മുൻപിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിൻ്റെ നയങ്ങളെ എതിർക്കുകയും ഒപ്പം ഹിന്ദുത്വ ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതും കാരണമായിരിക്കാം ധീരദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ തിളങ്ങുന്ന നക്ഷത്രവുമായ വി.ഡി. സവർക്കറെ, വീര സവർക്കറെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാജ്യം വിസ്മരിച്ചത്. ഇന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഈ ആശംസാ കാർഡിനെ ഒരു വിഭാഗം ആളുകൾ അതൊരു വിവാദമാണ് എന്ന തലത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമങ്ങളും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുമെല്ലാം വി.ഡി. സവർക്കറെ ആ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ ഉൾപ്പെടുത്തിയതിനെ വിവാദമാക്കുമ്പോൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ആളുകളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് ഭാരതം ഇന്ന് കടന്നു പോകുന്നത് എന്നവർ മറക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം വി.ഡി. സവർക്കറെ, വീര സവർക്കറെ ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കാർഡിൽ വി.ഡി. സവർക്കർക്കൊപ്പം ഗാന്ധിയുണ്ട്. കൂടാതെ നേതാജി, സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസാ കാർഡിൽ ഉള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതം വിഭജനം നേരിട്ട് കണ്ടതിന്റെ നടുക്കവും പേറി ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നൽകേണ്ടി വന്നതിലും അധികം ജീവൻ വിഭജനകാലത്ത് നഷ്ടമായി. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരിൽ പലർക്കും ഇന്നത്തെ ദിവസം വേദനയുടേതുകൂടിയാണ്. ഇത് നയ്യാർ സാബ്, പ്രബോധ് ചന്ദ് നയ്യാർ എന്ന മുഴുവൻ പേര്. വയസ്സ് 90 അടുക്കുന്നു. വിഭജനകാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത കുടുംബത്തിലെ അംഗം. ഓർമ്മകളിൽ ഇന്നും നടുക്കമുണർത്തുന്ന വിഭജന കാലമുണ്ട്. So we found the entire train was butchered.
butchered. Before partition is started, everything. Sardars and Hindus both. Sardars were most because they were very apparent. They were having this distinction is there. So Mohammedans could identify and jaldi attack them. ലാഹോറിൽ നിന്നും പഞ്ചാബിലേക്ക് വന്ന ട്രെയിനുകളിൽ മിക്കതിലും കബന്ധങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. കലാപകാരികളിൽ നിന്നും രക്ഷ നേടാൻ ആയുധങ്ങൾ സംഭരിച്ച വീടിന് കാവൽ നിന്ന നാളുകൾ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വത്തുവകകളും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു. നയ്യാർ സാബിന്റെ കുടുംബത്തിനും പറയാനുണ്ട് അത്തരം കഥകൾ. They lost all family. Some people came in the camps, government camps. Government was providing everything to them. Water, electricity, everything. They never knew where is my father, where is my mother, where is my sister. Then they found it after 1 year, 2 years, 3 years. പാകിസ്ഥാനിൽ സമ്പന്ന കുടുംബമായിരുന്നു നയ്യാർ സാബിൻ്റേത്. വിഭജനത്തോടെ എല്ലാം നഷ്ടമായി. സർക്കാർ നൽകിയ നാമമാത്രമായ സൗകര്യങ്ങളിൽ ഇന്ത്യയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന നാളുകൾ. അഭയാർത്ഥികളായി എത്തിയ 10,000 മുഴുപ്പട്ടിണിയിൽ ഭക്ഷണം നൽകാൻ കഴിവില്ലാതെ കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നത് പോലും നേരിട്ട് കാണേണ്ടി വന്നു അദ്ദേഹത്തിന്. Everything lost. My uncle, we call it Tauji, my uncle father's elder brother, he was at Jalandhar near that Adampur where we came. So he had some joint property, brothers also had joint property, he had some papers. So that papers we gave it to the government and we got some land. But everything was left there. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബമായിരുന്നു പ്രബോധ് ചന്ദ് നയ്യാറിൻ്റേത്. കുടുംബാംഗങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ അവർക്കൊപ്പം 2.5 വർഷം കുഞ്ഞു നയ്യാറും ജയിലിൽ ജീവിതം ചിലവഴിച്ചു. തികഞ്ഞ ഗാന്ധിയനും ഖാദി പ്രചാരകനുമാണ് ഇന്നും നയ്യാർ സാബ്. ഭാര്യയും മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി ഡൽഹിയിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. എങ്കിലും ഇന്ത്യ വിഭജനത്തിന്റെ ഓർമ്മകൾ കടലിരമ്പമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. മധ്യകേരളത്തിൽ വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി, തുടർന്ന് പരേഡും നടന്നു. എറണാകുളത്ത് ജില്ലാ ആസ്ഥാനമായ കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൈതാനത്ത് മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പതാക ഉയർത്തി. കോട്ടയത്തും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചിറാണി പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന പരേഡിൽ 25 പ്ലാറ്റൂണുകൾ പങ്കെടുത്തു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ ജില്ലാതല പരിപാടി തേക്കിൻകാട് മൈതാനിയിൽ നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാക ഉയർത്തി. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും മധ്യകേരളത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷമാണ് നടന്നത്. ജനം, കൊച്ചി. 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ നാട്. സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. രാജ്ഭവനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി.
79ാമത് സ്വാതന്ത്ര്യദിന ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷൻ സതേൺ റെയിൽവേയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. സതേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ പതാക ഉയർത്തി RPF പരേഡ് സല്യൂട്ട് ഏറ്റുവാങ്ങി. ഈ വർഷം റെയിൽവേക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചുവെന്നും ടിക്കറ്റ് ബുക്കിംഗിനായി ഡിജിറ്റൽ സർവീസുകൾ കൂടുതലായി ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്നും സതേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ പറഞ്ഞു. റെയിൽവേ ഡിവിഷൻ ഓഫീസ് തൈക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ മറ്റ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. It is with immense pride and joy that I extend my warm greetings to all of you on the occasion of our nation's 79th Independence Day. Today, we stand together to honor the courage of our freedom fighters, the sacrifice of our martyrs, and the vision of our founding leaders. Their dream was of a strong, united, and self-reliant India, a dream we continue to build upon every day. This year is special, for we are working towards the Viksit Bharat 2047, resolution of our Honorable Prime Minister Shri Narendra Modi ji, transforming India into a fully developed nation by the centenary of our independence. This vision calls for inclusive growth across all sectors: infrastructure, technology, education, healthcare, and we as a part of Indian Railway has a central role in realizing this vision. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത കാര്യാലയമായ എളമക്കര മാധവ് നിവാസിൽ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ത്രിവർണ്ണ പതാക ഉയർത്തി. ദക്ഷിണ ക്ഷേത്രീയ കാര്യകാരി സദസ്യൻ PR ശശിധരനാണ് ദേശീയ പതാക ഉയർത്തിയത്. വികസിത ഭാരതം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ. വികസനത്തിന്റെ പാതയിൽ ഭാരതം ലോകത്ത് കുതിച്ചുയരുന്നു. സാമ്പത്തിക മേഖലയിൽ ഭാരതം 1ാം സ്ഥാനത്തെത്തും. 2047 ആകുമ്പോൾ വികസിത ഭാരതത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്നും KB ശ്രീകുമാർ പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊല്ലം മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖണ്ഡ ഭാരത ദിനം അമൃത യുവ സമാവേശ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ദിവസം ഉൾപ്പെടുന്ന ഈ കാലത്തെ അമൃതകാലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അമൃതകാലത്തിലൂടെയുള്ള ഈ യാത്രയിൽ 2047 ആകുമ്പോൾ ഭാരതം വികസിത രാഷ്ട്രമാവണം, വികസിത ഭാരതം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 20-25 വയസ്സുള്ള ഈ തലമുറ 2047 ആകുമ്പോൾ വികസിത ഭാരതത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പോളിംഗ് പൂർത്തിയായി. 298 പേർ വോട്ട് ചെയ്തു. 2 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 4 മണിക്കാണ് ഫലപ്രഖ്യാപനം. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഇവരും ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, 506 പേരിൽ 298 പേർ വോട്ട് ചെയ്തു എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. 2 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 4 മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ജഗദീഷ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിന് അവസാന വോട്ടറായി എത്തിയത് ഗിന്നസ് പക്രു ആണ്. ഗിന്നസ് പക്രു എത്തിയപ്പോൾ 1 മണി കഴിഞ്ഞിരുന്നുവെങ്കിലും ഗിന്നസ് പക്രുവിനും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുകയായിരുന്നു. അങ്ങനെ 298 പേർ ആകെ വോട്ട് രേഖപ്പെടുത്തി. അതിന്റെ 200ഓളം പേർക്ക് ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. യുവതാരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയില്ല. മുതിർന്ന താരങ്ങൾ അടക്കമുള്ള ആളുകൾ രാവിലെ, മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. നമുക്കറിയാം, വളരെ വലിയൊരു കലുഷിതമായ അന്തരീക്ഷത്തിനും പ്രചാരണങ്ങൾക്കുമൊക്കെ ശേഷമാണ് താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്
കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്നത്. രാവിലെ 10 മണി മുതലായിരുന്നു വോട്ടെടുപ്പ്. 298 പേർ ആകെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 മണിയോടുകൂടി ആയിരിക്കും ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം. വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിലായിരിക്കും അമ്മയുടെ പ്രസിഡന്റായി അല്ലെങ്കിൽ ഭാരവാഹിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും ഒക്കെ ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യത്തിൽ തീരുമാനം പറയുക. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 50ലേക്ക് അടുക്കുന്നു. 200-ലേറെ പേരെ കാണാതായി. മരിച്ചവരിൽ CISF ജവാന്മാരും ഉൾപ്പെട്ടതായി റിപ്പോർട്ട്. കിഷ്താർ ജില്ലയിലാണ് സംഭവം. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. സൈന്യത്തോടൊപ്പം പോലീസ്, NDRF സേന സംയുക്തമായാണ് രക്ഷാദൌത്യം നടത്തുന്നത്. അതിനിടെ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ന്. അലാസ്കയിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച നടക്കുക. ട്രംപ് പുടിൻ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച. സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിപ്പകർപ്പ് പുറത്ത്. MR അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയാണ് പുറത്തായത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയെന്നും മൊഴി. തനിക്കെതിരായ വ്യാജരേഖകൾ പോലീസിൽ നിന്നെന്നും MR അജിത് കുമാർ. PV അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന് MR അജിത് കുമാർ പറയുന്നു. MR അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചുവെന്നുമാണ് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്നും അജിത് കുമാർ തന്നെ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഫ്ളാറ്റ് മറച്ചുവിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിലുണ്ട്. ഇന്നലെയാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി അതിരൂക്ഷ വിമർശനത്തോടെ തള്ളിയത്. ഇതിനു പിന്നാലെയാണ് മൊഴിപ്പകർപ്പ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം. CPM നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷന് വഴങ്ങി സംസ്ഥാന സർക്കാർ. സ്പാർക്ക് വഴി നേരിട്ട് വരിസംഖ്യ ഈടാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി. നീക്കം ഉദ്യോഗസ്ഥർ വരിസംഖ്യ നൽകുന്നത് നിർത്തുന്നത് പ്രതിസന്ധിയായതോടെ ഇതിനെതിരെ പോലീസിൽ അമർഷം ശക്തമായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും അസോസിയേഷന്റെ മാസവരി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് പരാതികൾ ഉയർന്നിരുന്നു. ഒരു അനുമതിയുമില്ലാതെ നേരിട്ട് നിയമപരമല്ലാത്ത രീതിയിൽ വരിസംഖ്യ ഈടാക്കുന്നുവെന്നായിരുന്നു പ്രധാന പരാതി. ഇതോടെ സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ട് ഇത് നിർത്തിവെച്ചു. അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രം മാസവരി ഈടാക്കാൻ നിർദ്ദേശം നൽകി. താൽപ്പര്യമുള്ളവർ നേരിട്ട് നൽകട്ടെ എന്നായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്നാൽ ഇത് CPM നിയന്ത്രണത്തിലുള്ള അസോസിയേഷൻ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. പോലീസ് അസോസിയേഷന് മാസവരി നൽകാൻ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥരും തയ്യാറായില്ല. ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച അമിത ജോലിഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു പരിഹാരവും കാണാൻ അസോസിയേഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു വിമർശനം. ഈ രീതിയിൽ മാസവരി കുറഞ്ഞതോടെയാണ് വീണ്ടും പഴയ രീതിയിൽ നിർബന്ധിത പിരിവ് തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും സ്പാർക്ക് വഴി പിരിച്ചെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ഇതിനെതിരെ പോലീസ് സേനയിൽ അമർഷം ശക്തമായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിൽ കരുവന്നൂർ ബാങ്കിന്റെ ഒളിച്ചുകളി തുടരുന്നു. ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്ക് ഏറ്റെടുക്കില്ല. കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് കൈമാറാനായി ഏറ്റെടുക്കാൻ കണ്ടല ബാങ്ക് തയ്യാറായിരുന്നു. കിട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് കോടതി കരുവന്നൂർ സഹകരണ ബാങ്കിനോട് ആരാഞ്ഞിരുന്നു. 128 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് ശരിവെക്കുകയും ചെയ്തതാണ്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നൽകണമെന്ന ഹർജിയുമായി നിക്ഷേപകർ വിചാരണ കോടതിയായ കലൂർ PMLA കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ED അനുകൂല നിലപാട് സ്വീകരിച്ചത്. കണ്ടല ബാങ്ക് തട്ടിപ്പിൽ പ്രതികളുടെ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഈ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് കൈമാറാൻ ബാങ്ക് സന്നദ്ധമായിട്ടുണ്ട്. ഇതിനിടെയാണ് കരുവന്നൂർ ബാങ്കിന്റെ ഒളിച്ചുകളി തുടരുന്നത്. 3,22 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ED കണ്ടെത്തിയിരുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജ് കൊലക്കേസിൽ പരാതിക്കാർക്ക് നഷ്ടമായ പണം ED തിരികെ നൽകിയിരുന്നു. കണ്ടുകെട്ടിയതിൽ 80 ലക്ഷം രൂപ 6 പേർക്കായിട്ടായിരുന്നു കൈമാറിയിരുന്നത്. ജനം, കൊച്ചി.
ഡോക്ടർ ഹാരിസ് ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N. ഖൊബ്രഗഡെയ്ക്ക് കൈമാറും. വകുപ്പിലുണ്ടായിരുന്ന പ്രോബ് തന്റേതല്ലെന്നും മറ്റൊരാളുടെ സ്വകാര്യ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നും ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള ഡോക്ടർ വിശ്വനാഥന്റെ സ്ഥിര നിയമനത്തിലും രൂക്ഷ വിമർശനം ഉയരുകയാണ്. മൂത്രക്കല്ല് നീക്കം ചെയ്യുന്ന മെഷീനായ ലിത്തോക്ലാസ്റ്റിന് ഉപയോഗിക്കുന്ന പ്രോബ് ആശുപത്രി അധികൃതർ വാങ്ങി നൽകാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ. ഇതേക്കുറിച്ച് അന്വേഷിച്ച 4 അംഗ ഡോക്ടർമാരുടെ സമിതി ഡോക്ടർ ഹാരിസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. പ്രോബ് ഇല്ലെന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിന്റെ പിറ്റേന്ന് ജൂൺ 28-ന് പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയെന്ന അന്വേഷണ സമിതിയുടെ കണ്ടെത്തലാണ് നോട്ടീസിലെ മുഖ്യ ആരോപണം. ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N. ഖൊബ്രഗഡെയ്ക്ക് കൈമാറും. മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞതിന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോപണം പൂർണ്ണമായി നിരസിച്ചാണ് ഡോക്ടർ ഹാരിസ് മറുപടി നൽകിയത്. അതിനിടെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി ഡോക്ടർ KV വിശ്വനാഥ് സ്ഥിര നിയമനം നൽകി. മുൻപുണ്ടായിരുന്ന ഡോക്ടർ വിരമിച്ച ഒഴിവിൽ DME ചാർജ് വഹിക്കുകയായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു. സീനിയോറിറ്റി മറികടന്ന് ഡോക്ടർ വിശ്വനാഥന് നിയമനം നൽകിയെന്ന് ആക്ഷേപമുയർന്നിരുന്നു. ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ നിർദ്ദേശം നൽകിയതും വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മണിലാൽ കോടതിയിൽ മൊഴി നൽകി. പരിക്കേറ്റവരെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടതായും പ്രതിയുടെ ആക്രമണത്തിൽ തനിക്കും മുറിവേറ്റതായുമാണ് സാക്ഷി മൊഴി നൽകിയത്. ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ആക്രമിച്ച സമയം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ASI ആയ മണിലാലും താലൂക്ക് ആശുപത്രിയിലുണ്ടായിരുന്നു. പരിക്കേറ്റ ഹോംഗാർഡ് അലക്സ് കുട്ടിയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടുവെന്നും പ്രതിയുടെ ആക്രമണത്തിൽ തനിക്കും മാരകമായി മുറിവേറ്റുവെന്നും സാക്ഷി കോടതിയിൽ മൊഴി നൽകി. കൊല്ലം അഡീഷണൽ സെഷൻ ജഡ്ജി PN വിനോദ് മുമ്പാകെയാണ് സാക്ഷിയെ വിസ്തരിച്ചത്. സംഭവ സമയത്ത് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലായിരുന്നു മണിലാൽ. കാഷ്വാലിറ്റി വെയിറ്റിംഗ് ഏരിയയിൽ വെച്ച് പ്രതി മണിലാലിന്റെ തലയിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ദൃശ്യവും കോടതിയിൽ സാക്ഷി തിരിച്ചറിഞ്ഞു. കേസിലെ മറ്റൊരു സാക്ഷിയും ആംബുലൻസ് ഡ്രൈവറുമായ രാജേഷിനെയും കോടതി വിസ്തരിച്ചിരുന്നു. ഹോംഗാർഡ് അലക്സ് കുട്ടിയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടെ കുത്തേറ്റ രാജേഷ് വന്ദനയെ പ്രതി സന്ദീപ് ആക്രമിക്കുന്നത് കണ്ടിരുന്നതായി കോടതിയിൽ മൊഴി നൽകി. അക്രമാസക്തനായ പ്രതിയെ പുറകിലൂടെ ചെന്ന് താൻ പിടികൂടിയെന്നും രാജേഷ് പറഞ്ഞു. സന്ദീപിനെ രാജേഷും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളും കോടതിയിൽ തിരിച്ചറിഞ്ഞു. സംഭവ സമയത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മിനിമോൾ, പ്രദീപ, രമ്യ എന്നിവരെ തിങ്കളാഴ്ചയാണ് വിസ്തരിക്കുക. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G. പടിക്കൽ ഹാജരായി. ജനം, കൊല്ലം. ബിഹാർ ബസ്തറിലെ മഹർഷി വിശ്വാമിത്ര പാർക്ക് സർക്കാർ ചെലവിൽ വികസിപ്പിക്കുമെന്ന് ബിഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി. 24.42 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 8.11 കോടി രൂപ ചിലവഴിക്കും. പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, പ്രാദേശിക തലത്തിൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്നിവയും പാർക്ക് നിർമ്മാണത്തിന്റെ ലക്ഷ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 3000 രൂപയ്ക്ക് 200 യാത്ര ഉറപ്പാക്കുന്ന ഫാസ്ടാഗ് ഇന്നു മുതൽ. ഒരു വർഷ കാലാവധിയോടെയുള്ള ഫാസ്ടാഗ് സൗകര്യം സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ലഭ്യമാകുക. 60 കിലോമീറ്റർ പരിധിയിൽ ടോൾ പ്ലാസയുള്ള പാതകളിലെ ദൈനംദിന യാത്രക്കാർക്ക് പദ്ധതി ലാഭകരമാകും. ഒരു വർഷം തികയും മുൻപേ 200 യാത്ര പിന്നിട്ടാൽ രാജ്മാർഗ് യാത്ര ആപ്പ്, ദേശീയപാത അതോറിറ്റി, ഉപരിതല ഗതാഗത മന്ത്രാലയം എന്നിവയുടെ വെബ്സൈറ്റിൽ റീചാർജ് ചെയ്യാം. സാധാരണ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർക്ക് വാർഷിക പാസിലേക്ക് മാറാനും സൗകര്യമുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.
അധികൃതരുടെ അനാസ്ഥ മൂലം 1.5 വർഷമായി വൈദ്യുതിയില്ലാതെ ഇരുട്ടത്തായിരുന്ന വനവാസി കുടുംബത്തിന് വെളിച്ചം പകർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ മറ്റത്തൂർ കാരിക്കടവ് കോളനിയിലെ ശിവനും കുടുംബത്തിനുമാണ് അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ 60,000 രൂപയോളം വരുന്ന വൈദ്യുതി കുടിശ്ശിക സ്വന്തം കയ്യിൽ നിന്നും അടച്ച് സുരേഷ് ഗോപി ആശ്വാസം പകർന്നത്. കേന്ദ്രമന്ത്രിക്ക് ഒരുപാട് നന്ദിയെന്ന് കുടുംബം പ്രതികരിച്ചു. 1-2 ദിവസമല്ല, കഴിഞ്ഞ 1.5 വർഷമായി മറ്റത്തൂർ കാരിക്കടവ് വനവാസി കോളനിയിലെ ശിവനും കുടുംബവും ഇരുട്ടത്തായിരുന്നു. മേഴ്സി കോപ്സ് എന്ന സംഘടന പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്കായി ശിവന്റെ വീട്ടിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുകയും വൈദ്യുതി ബില്ല് തങ്ങൾ അടയ്ക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സംഘടന തുക അടയ്ക്കാതായതോടെ 60,000 രൂപയോളം കുടിശ്ശികയായി. ഒടുവിൽ KSEB എത്തി മീറ്റർ അഴിച്ചു കൊണ്ടുപോയി. ഇതോടെയാണ് കുടുംബം ഇരുട്ടത്തായത്. സംഭവം അറിഞ്ഞതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി 60,000 രൂപയോളം വരുന്ന കുടിശ്ശിക അടച്ചു തീർത്തു. ശിവന്റെ വീട്ടിൽ ഇരുട്ടുമാറി വെളിച്ചമെത്തി. 1.5 വർഷക്കാലമായി കുടിവെള്ള പദ്ധതിക്ക് അത് കണക്ഷൻ അനുവദിച്ചതിൻ്റെ പേരിൽ ആ പൈസ അടയ്ക്കാമെന്ന് വാക്കുകൊടുത്ത ആളുകൾ വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിൽ 1.5 വർഷക്കാലമായി ലൈറ്റില്ലാതെ, കറണ്ടില്ലാതെ, വെളിച്ചമില്ലാതെ അനുഭവിക്കേണ്ടി വന്ന കുടുംബത്തിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് 61,000 രൂപയോളം കുടിശ്ശിക തീർത്ത് അടച്ച് ഇന്നലെയാണ് കറണ്ട് കണക്ഷൻ ലഭിച്ചത്. സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫ് രാജേഷും BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് എന്നിവർ കോളനിയിൽ നേരിട്ടെത്തിയാണ് കുടുംബത്തിന് വൈദ്യുതി ഉറപ്പാക്കിയത്. കറണ്ടിലാണ്, പക്ഷേ കാട്ടാനയുടെ ശല്യം കൂടി പുറത്തേക്കും കൂടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടികളും ഇതൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്നതല്ലേ. അപ്പോൾ രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല, അകത്തന്നെ ഇരിക്കും. ഇല്ല ടോർച്ചൊക്കെ ഉണ്ടെന്ന് ഇറങ്ങി നോക്കും, വന്ന് കിടക്കും. അങ്ങനെ ദൂരേക്ക് പോകാൻ പറ്റില്ല വെളിച്ചില്ലാത്തതിന്. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കറണ്ടില്ലാത്തതിന്. ഇപ്പോൾ സന്തോഷമായി. സുരേഷ് സാറാണ് ഏറ്റവും നന്ദി പറയുന്നത്. 2019 ഇത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി സാറ് ഇടപെട്ട് ഇത്രയും പൈസ അടച്ച് എൻ്റെ അനിയച്ചകന് ഈ വീടിൽ കറണ്ട് കൊടുത്തതിന് ആൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒരു രൂപം എന്ന നിലയ്ക്ക് നന്ദി രേഖപ്പെടുത്തണം ഈ സമയത്ത്. ഞാൻ MLA ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമാവാതിരുന്ന പ്രശ്നം സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ പരിഹാരമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഊരിലെ മറ്റ് വനവാസി ജനങ്ങളും പ്രതികരിച്ചു. ജനം, തൃശൂർ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഫോട്ടോഷൂട്ട് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് RPF കേസെടുത്തത്. റെയിൽവേ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് CH ഓവർ ബ്രിഡ്ജിന് താഴെ വെച്ചാണ് വിദ്യാർത്ഥികൾ ഫോട്ടോഷൂട്ട് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് വിദ്യാർത്ഥികൾ ട്രാക്കിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. സമീപത്തുണ്ടായിരുന്ന വ്യാപാരികൾ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അതുവഴി കടന്നുപോയ ഒരാൾ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ചിത്രീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് കുട്ടികൾ പിന്മാറിയത്. റെയിൽവേ ആക്ട് പ്രകാരമാണ് പോലീസിന്റെ നടപടി. അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞ അപേക്ഷയുമായി കുട്ടികൾ രംഗത്തെത്തി. അത് എത്രത്തോളം കുറ്റകരമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ അറിയാതെ വേറൊരാൾ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ കുറ്റകൃത്യങ്ങൾ അറിയില്ലായിരുന്നു. RPF ടീം ഞങ്ങളെ തേടിയെത്തി ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും കുറ്റകരവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല, നിങ്ങൾ ആരും ഇനി തെറ്റ് ചെയ്യരുത്. ഇതുപോലെ ഇനി ആരും ചെയ്യരുതെന്നും വിദ്യാർത്ഥികൾ വീഡിയോയിൽ പറയുന്നു. ജനം, കോഴിക്കോട്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഉപേക്ഷിച്ച നിലയിൽ 4 ആഴ്ച വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെത്തി. RPF നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും ഭ്രൂണം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ധാൻബാദ് എക്സ്പ്രസിന്റെ സർവീസിന് ശേഷം കോച്ചുകളിൽ നടത്തിയ പരിശോധനയിലാണ് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ച നിലയിൽ ഭ്രൂണം കണ്ടെത്തിയത്. 4 ആഴ്ച പ്രായമുണ്ടെന്നാണ് കരുതുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ ധാൻബാദ് എക്സ്പ്രസിൽ ഇന്നലെ വൈകുന്നേരം 3 സമയത്ത് ഈ ക്ലീനിങ് സ്റ്റാഫ് അവർ S4 കോച്ചിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമച്ചർ ഭ്രൂണം കണ്ടതാണ്.
S3 കോച്ചിൽ യാത്ര ചെയ്തവരുടെ പേരുവിവരങ്ങൾ RPF ശേഖരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ജനം, ആലപ്പുഴ. കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കേസിലെ ഒന്നാം പ്രതി ജസിം ഒളിവിലാണ്. 50ഓളം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമാണ് പ്രതികൾ മോഷ്ടിച്ചത്. കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ, മുഹമ്മദ് ആഷിഖ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സംഭവ ദിവസം പുലർച്ചെ 1:30 മണിയോടെ ചടയമംഗലത്തെ മൊബൈൽ ഷോപ്പിന്റെ പിൻഭാഗം പൊളിച്ച് അകത്തുകയറിയായിരുന്നു മോഷണം. 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും ഷോപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒളിവിലുള്ള ഒന്നാം പ്രതി ജസീമും അല്ലമീനും ചേർന്നാണ് കടയ്ക്കുള്ളിൽ കയറി മോഷണം നടത്തിയത്. പിന്നാലെ കാറിൽ കാത്തുനിന്ന സഹായികളുടെ പക്കൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് മോഷണം മുതൽ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും കാറിൽ എറണാകുളത്തെത്തിയെങ്കിലും വിൽപ്പന നടന്നില്ല. തുടർന്ന് ചെന്നൈയിലെത്തിച്ചാണ് മൊബൈൽ ഫോണുകൾ വിറ്റയച്ചത്. പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളുമായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും. പിടികൂടിയ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചറുകടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ഒളിവിലുള്ള ജസീമിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ റാഗ് ചെയ്തെന്ന് പരാതി. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലായതിന് പിന്നാലെ കൗൺസിലിംഗ് തേടി സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികളാണ് വീണ്ടും റാഗിംഗ് നടത്തിയത്. ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങരുതെന്ന സീനിയർ വിദ്യാർത്ഥികളുടെ വിലക്ക് ലംഘിച്ച് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയതിനായിരുന്നു +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. യൂണിഫോമിന്റെ മുഴുവൻ ബട്ടണും ഇടണമെന്ന് പറഞ്ഞുകൊണ്ടും മർദ്ദിച്ചിരുന്നെന്ന് വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥി സ്കൂളിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകരോട് റാഗിങ്ങിനെ കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും അവഗണിച്ചതായും വിദ്യാർത്ഥിയുടെ സഹോദരൻ പറയുന്നു. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതിന് ഇതേ വിദ്യാർത്ഥികൾ നേരത്തെ സസ്പെൻഷനിലായിരുന്നു. കൗൺസിലിംഗിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ തിരിച്ചെത്തിയത്. റാഗ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് വിദ്യാർത്ഥിയുടെ ആവശ്യം. ജനം, കോഴിക്കോട്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റും ജനം TVയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാമായണ പാരായണ മത്സരത്തിന് തുടക്കമായി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ടോടെ സമാപിക്കും. മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരം. അക്ഷരസ്ഫുടതയോടെയും തെറ്റുവരാതെയും രാമായണത്തിലെ ഏതു ഭാഗവും കുട്ടികൾക്ക് പാരായണം ചെയ്യാം. 5 നിമിഷമാണ് പാരായണത്തിനുള്ള സമയം. മത്സരത്തിന്റെ ഉദ്ഘാടനം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ നടന്നു. ദേവീഭക്തൻ ഗണേഷ് കുമാർ, ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, കരിക്കകം വാർഡ് കൗൺസിലർ DG കുമാരൻ, കരിക്കകം ദേവീക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി മത്സരം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ട് സമാപിക്കും. വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ വിജയികളാകുന്ന മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും ലഭിക്കും. പ്രശസ്ത പിന്നണി ഗായിക P. സുശീലാദേവി, ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും കവിയുമായ മുഖത്തല ശ്രീകുമാർ, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ G. ശ്രീറാം, സാഹിത്യകാരിയും പ്രഭാഷകയുമായ ഗിരിജ P. നായർ എന്നിവരാണ് വിധികർത്താക്കൾ. രാമായണ പാരായണ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം ജനം TV ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ജനം, തിരുവനന്തപുരം.
CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ബിനോയ് വിശ്വം. അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവരെ UAPA ചുമത്തി കൊടുക്കാൻ ശ്രമിച്ചു. UAPA എടുത്ത ചെറുപ്പക്കാരെ കൊടുക്കുന്ന സർക്കാർ ആവരുത് LDF സർക്കാർ എന്ന വിമർശനം. സ്ഥിരമായി പൗരന്മാരെ തടങ്കലിലിടുന്ന സംസ്ഥാനമായി കേരളം മാറരുത്. ഇത് അംഗീകരിക്കാൻ CPIക്ക് ആകില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ 2 ചെറുപ്പക്കാരെ കേസെടുക്കാം ന്യായമുണ്ടെങ്കിൽ, പക്ഷേ UAPA അവരുടെ കേസെടുത്തുകൊണ്ട് അവരെ ജീവിതകാലം മുഴുവനും കെട്ടിപ്പൊട്ടുന്ന ഒരു ഗവൺമെൻറ്റായി LDF സർക്കാർ മാറാൻ പാടില്ല. അതാണ് LDFനെ പറ്റിയുള്ള CPI കാഴ്ചപ്പാട്. സ്ഥിരമായ ഒരു പൗരനെ തടങ്കലിൽ കെട്ടിപ്പൊട്ടിയിടുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാനമല്ല കേരളം, ആകാൻ പാടില്ല. നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് ചേമഞ്ചേരിയിൽ അകലാപ്പുഴയ്ക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് തൊഴിലാളിക്ക് പരിക്ക്. 24 കോടി രൂപ ചിലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലമാണ് ഇടിഞ്ഞു വീണത്. കൊയിലാണ്ടി ബാലുശ്ശേരി നിയമസഭാ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. TMR കൺസ്ട്രക്ഷന്റെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 2021 ജൂലൈ 31-നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ചെലവിട്ടാണ് പാലത്തിന്റെ നിർമ്മാണം. അതിനിടെയാണ് പാലത്തിന്റെ നടുഭാഗം പുഴയിലേക്ക് തകർന്നു വീണത്. നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടം നടന്ന ഉടനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് സ്ഥലത്തെത്തിയാണ് തൊഴിലാളികളെ രക്ഷിച്ചത്. ഇതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.